since I left the city. എന്റെ പൊന്നു ദൈവങ്ങൾ, ഇവരെന്തിനാ എന്നെ ഫോളോ ചെയ്യുന്നത്? ഞാൻ എന്തേലും ചെയ്തേ? ആ കണ്ണ ചേട്ടനോട് ഹെൽപ്പ് ചോദിക്കാം. ചേട്ടാ പ്ലീസ് ഒന്ന് സഹായിക്കൂ. എന്ത് നോക്കി നിൽക്കുവാ? വാ വെണ്ണി. A few moments later. എനിക്കിനി ഒരു അടി എടുത്ത് വെക്കാൻ പറ്റില്ല. എനിക്കും. ഇനി കൊടുങ്കാട്ടിൽ എങ്ങനെ പോകും? എനിക്കറിയില്ല. എന്നിട്ടാണോ താന്റെ കൈ പിടിച്ചോടിയേ? അത് ഞാൻ അവിടെ രക്ഷപ്പെടാനല്ല അങ്ങനെ ചെയ്തത്. ഇനിയിപ്പോ അത് പറഞ്ഞു നിന്നിട്ട് ഒരു കാര്യമില്ല. വാ നടക്ക്, ലോഡ് കണ്ടുപിടിക്കാം. വരിക, വേറെ വഴിയൊന്നുമില്ലല്ലോ. അയ്യോ ഓടിക്കോ. അത് പിന്നെ ഇതുപോലുള്ള കാടുകളിൽ പുലി ഉണ്ടാവുന്ന കേട്ടിട്ടുണ്ട്. അതിനിപ്പോ എന്താ, ഞങ്ങൾ റോഡ് എത്തിയില്ലേ? അതുകൊണ്ട് ഞാൻ വെറുതെ വിട്ടിരിക്കുന്നു. താങ്ക്സ് ടു. ഇപ്പൊ താനങ്ങനെ ചെയ്തില്ല, ഞാൻ ലോറിയെ അടിച്ച് തെറിപ്പിച്ചിട്ട് പോയേനെ. ഓൾവേസ് വെൽക്കം. താൻ ഗ്രേറ്റ് ആടോ. ഞാൻ എനിക്കൊരു സ്ട്രേഞ്ചർ ആയിട്ട് പോലും എനിക്ക് എന്റെ ആ റൗഡീസിനെ കടിച്ചില്ലേ, ഇപ്പൊ എന്റെ ജീവനെ രക്ഷിച്ചു. ഗ്രേറ്റ് ആണെന്നൊക്കെ എനിക്കറിയാം. പിന്നെ തന്നെ ഹെൽപ്പ് ചെയ്തത് എനിക്കും എന്റെ അതേ അവസ്ഥയിലുണ്ടാ. അവരെന്നെയും ഫോളോ ചെയ്യുന്നില്ല. പിന്നെ അവർ 4-5 പേരായതുകൊണ്ടാ ഞാൻ അവരടിച്ചത്. ഇനി ഒരു 150 പേരുണ്ട്. അതുകൊണ്ടാ ഞാൻ തന്നെ കൈയും പിടിച്ചോടിയത്. ഓ, അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങള്. അപ്പൊ നമ്മൾ ഒരേ തോണിയിലെ യാത്രക്കാരാണല്ലേ? അങ്ങനെയും പറയാം. ഇതേതാ സ്ഥലം? എനിക്കറിയില്ല. അല്ല, അറിയാം. ഇവിടെ നിന്നെ വീട് അടുത്താ. ഞാനിപ്പോ വീട്ടിൽ പോകും. നീ എന്ത് ചെയ്യും? എനിക്ക് സ്ഥലമൊന്നും അറിയില്ല. പിന്നെ എനിക്ക് വീട്ടിലും പോകാൻ പറ്റില്ല. അതെന്താ വീട്ടിൽ പോകാൻ പറ്റാത്തത്? അതാ റൗഡീസിന്റെ വീട് ചുറ്റും അടച്ചിരിക്കോ. അപ്പൊ നീ എന്ത് ചെയ്യും? അറിയില്ല. അതെ, ഞാൻ നിന്റെ വീട്ടിലോട്ട് വരട്ടെ. വന്നോ? അതിനെന്താ? ഓക്കെ, എന്നിട്ട് ഞാൻ അവിടെ നിന്ന് എന്റെ നാട്ടിലോട്ട് പോവാം. നിന്റെ നാടെവിടെയാ? മുന്തിരിപ്പാടം. അത് കൊള്ളാലോ. അപ്പൊ നമ്മൾ ഒരേ നാട്ടുകാരാണല്ലേ? താനും എവിടെയാണ്? അത് പൊളിച്ചു. വെറുതെ സംസാരിച്ചോണ്ടിരിക്കണ്ട, വാ വീട്ടിൽ പോ. A few moments later. ഇനി എത്ര ദൂരം നടക്കണം? ഏത് ഉഗാണ്ടയിലാടാ നിന്റെ വീട്? എത്തി. വാ പോവാം. നിക്ക്. എന്താ? അങ്ങോട്ട് നോക്ക്. ആ റൗഡീസ് ഇവരെന്റെ വീടും ട്രാപ്പാക്കി. ദൈവമേ. അടിപൊളി. ഇനി എന്ത് ചെയ്യും? നമുക്ക് ഇവിടുന്ന് നേരെ നാട്ടിലേക്ക് വിട്ടാലോ? പോവാം, ബട്ട് എങ്ങനെ? നമുക്ക് എന്റെ ബൈക്ക് എടുക്കാം, പിന്നെ ഉള്ളിൽ പോയി ക്യാഷും. എങ്ങനെ പോവാൻ? ഇവന്മാര് വെട്ടിയിട്ട വാഴ പോലെ കിടക്കുവല്ലേ. അവര് കിടക്കുമല്ലോ. എന്നാ വെട്ടിയിട്ട വാഴ പോലെ ഇരിക്കുവല്ലേ. എടി പെണ്ണെ, അമ്മ നിക്കുവല്ലേ. എന്നാ വെട്ടിയിട്ട വാഴ പോലെ നിക്കുവല്ലേ. വെട്ടിയിട്ട വാഴ എന്ന് നിക്കും. ചില വാഴകളൊക്കെ നിക്കും. നീ ഞാൻ പറഞ്ഞതേ പിടിച്ച് തൂങ്ങല്ലേ. ബൈക്ക് എടുക്കുമ്പോ ഒരു ഐഡിയ പറ. ഓക്കെ. ബൈക്ക് ഷെഡിലാണ്. അങ്ങോട്ടോ വേറെ വഴിയുണ്ട്. ബാ. എന്നാ വാ പോവാം. A few moments later. ഈ കൊടുങ്കാറ്റിലാണോ വഴി? നീ ഒന്നും മിണ്ടാതെ നടക്ക്, ഇപ്പൊ എത്തും. ശരി. അങ്ങനെ ഒരു നീണ്ട
പരിശ്രമത്തിന് ശേഷം രണ്ടും നടന്ന് ബൈക്ക് ഷെഡിന്റെ അടുത്തെത്തി. പിന്നെ ഒരു കാര്യം കൂടിയുണ്ട്, ഇത്ര നേരമായിട്ട് രണ്ടും തമ്മിൽ പരിചയപ്പെട്ടിട്ടില്ല. തടാ, അങ്ങനെ നമ്മൾ എത്തി. ഭാഗ്യം, ഇനി എങ്ങനെ വീട്ടിനുള്ളിൽ കയറും? ഓ, അതിനും വഴിയുണ്ട്. ഫോളോ മീ. ആ A few moments later. എടി, ശബ്ദം ഉണ്ടാക്കല്ലേ, മെല്ലെ വാ. ആ ശരി. ഗൈസ്, അങ്ങനെ രണ്ടും പമ്മി ശിവയുടെ റൂമെത്തി. ഇതാണ് എന്റെ റൂം. ആ, നീ വേഗം ക്യാഷും ഡ്രസ്സൊക്കെ എടുക്ക്. ഡ്രസ്സാ? ആ, പിന്നെ നിനക്ക് തോന്നുന്നുണ്ടോ അവിടെ നമ്മളെ വേഗം നാട്ടിലെത്താൻ വിടുമെന്ന്? ഇല്ല. ആ, മിക്കവാറും റെയിൽവേ സ്റ്റേഷൻ, എയർപോർട്ട്, ബസ് സ്റ്റാൻഡ്, ടാക്സി സ്റ്റാൻഡ് അങ്ങനെയുള്ള എല്ലാം അവിടെ അവരുണ്ടാവും. അത് ഞാൻ ആലോചിച്ചില്ല. അല്ല, നീ ഇതൊക്കെ എങ്ങനെ അറിഞ്ഞു? അത് തന്നെ എൻ്റെ ഫ്രണ്ട് വിളിച്ചിരുന്നു, അവളാ പറഞ്ഞത്. പിന്നെ വീട്ടിൽ നിന്ന് മുങ്ങി നാട്ടിൽ പോകാൻ നിൽക്കുമ്പോഴാണ് ആ റൗഡീസ് വന്നതും താൻ അവരെയൊക്കെ അടിച്ചതും ഒക്കെ. ഇനി എന്തായാലും 2-3 ഡേയ്സ് നാട്ടിലെത്താൻ പറ്റില്ല, അതുകൊണ്ടാണ് ഡ്രസ്സ് എടുക്കാൻ പറഞ്ഞത്. അത് ശരിയാ, ഞാൻ ഡ്രസ്സൊക്കെ എടുക്കാം. പിന്നെ 2-3 ഡ്രസ്സ് എക്സ്ട്രാ എടുത്തു. ആ, ഓക്കെ. എങ്ങനെ എക്സ്ട്രാ ഡ്രസ്സ്? അപ്പൊ എനിക്ക് ഡ്രസ്സ് ഇടണ്ടേ? എന്ത്? എടാ പൊട്ട, ഇനി എനിക്ക് വീട്ടിൽ പോകാൻ പറ്റില്ലല്ലോ, അപ്പൊ ഡ്രസ്സും എടുക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് നിന്നോട് എക്സ്ട്രാ ഡ്രസ്സ് എടുക്കാൻ പറഞ്ഞു. അല്ല, സൈസ് ഡിഫറെന്റ് ആവില്ലേ? നിന്റെ ഒരു ഷർട്ട് തന്നെ. ഇല്ല. ശിവന്റെ കയ്യിൽ നിന്ന് ഒരു ഷർട്ട് വാങ്ങിച്ചിട്ട് നോക്കി. സാധനം കുറച്ച് ലൂസ് ആയിരുന്നെങ്കിലും അവൾക്ക് ഇടാവുന്ന രീതിക്ക് ഉണ്ടായിരുന്നുള്ളൂ. ആ, കറക്റ്റാ, പക്ഷെ കുറച്ച് ലൂസാ. ആ, സീനില്ല. അപ്പൊ പാന്റോ? അത് വേറെ വാങ്ങാം. അപ്പൊ ഷർട്ടും വേറെ വാങ്ങിയാ പോരെ? എന്തിനാ വെറുതെ മണി വേസ്റ്റ്? ഐ ശരി, വാ പോവാം, വെറുതെ സമയം കളയണ്ട. ആ സൗണ്ട് ഉണ്ടാക്കല്ലേ. ആ, ഓക്കെ. A few moments later. ഹുറേ, നമ്മൾ അങ്ങനെ ബൈക്കിന്റെ അടുത്ത് എത്തിയിരിക്കുന്നു. ആ, അതെ, അങ്ങനെ ഒരു നീണ്ട പരിശ്രമത്തിന് ശേഷം അങ്ങനെ ബൈക്കിന്റെ അടുത്ത് എത്തിയിരിക്കുന്നു. ഹോയ്, റെഡി ഫോർ എ റൈഡ്? വീട്ടിലൊന്നും ഇടില്ലല്ലോ അല്ലേ? ഓ, നെഗറ്റീവ്. വാ വെണ്ണേ. വേറെ വഴി വാ. ഇരുന്നോ? പോവാം. പിന്നെ പിടിച്ചിരുന്നോളാം. ഓ, ഉത്തരവ് സാർ. പോടാ പട്ടി. ഓ, ഇവൻ 1 മണിക്കൂറിന്റെ യാത്രയ്ക്ക് ശേഷം. എടാ, എനിക്ക് വിശക്കുന്നു. ആ ശരി, വല്ല നല്ല ഹോട്ടലിലും കയറാം. ആ, ഓ, എന്താ സന്തോഷം. ഓ, വാ പോവാം. ശിവ ഒരു ഹോട്ടലിന്റെ മുമ്പിൽ വണ്ടി നിർത്തി. വാ പോവാം. ഓ, വരിക വെണ്ണേ. അവര് രണ്ടാളും